വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ഡിഷാണ്. ഇതിനകത്ത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പത്തിരി, അതിൻ്റെ മേലെ ഒരു മീറ്റിൻ്റെ ഫില്ലിങ്, അങ്ങനെ ലെയർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ചട്ടിപ്പത്തിരി. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബോൾ എടുക്കാം. ഈ ബോളിലേക്ക് 1 കപ്പ് മൈദ, സോൾട്ട്, 1/2 ടീസ്പൂൺ സോൾട്ട് ചേർത്തു. കുറച്ച് ഓയിൽ, 1 ടീസ്പൂണോളം ഓയിലൂടെ ചേർക്കാം. ഓയിൽ ചേർത്ത് അത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചൂടുവെള്ളമാണ്, മൈദ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കുഴയ്ക്കും. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുക. ഓക്കെ, നല്ല സ്മൂത്ത് ആവുന്ന വരെ കഴിക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ നന്ന തുണി വെച്ച് കവർ ചെയ്യാം. കവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി ഓയിൽ തൂത്താൽ നല്ലത്, ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട്. പ്ലസ് നല്ലൊരു ടെക്സ്ചർ കിട്ടും. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് റബ്ബ് ചെയ്ത് വെച്ച് വെറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പത്തിരിക്കുള്ള ഡോ റെഡിയായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കണം. നമ്മൾ മിൻസ് മീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മട്ടൺ വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ബീഫാണ് ഇന്ന്. ഒരു പാൻ ഹീറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള, ഞാൻ എടുത്തേക്കുന്ന ഒരു 4 മീഡിയം സൈസ് സവോളയാണ്. ഏകദേശം 2 കപ്പോളം വരും. നന്നായിട്ട് സോട്ടേ ചെയ്യുക. സവോള കുക്ക് ചെയ്യുമ്പം എപ്പോഴും ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. അണിയൻസ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് ഒക്കെ ചേർക്കാം. ജിഞ്ചർ പേസ്റ്റ് 1 ടീസ്പൂൺ, ഗാർലിക് ക്രഷ് ചെയ്തത് 1.5 ടീസ്പൂൺ, ഗ്രീൻ ചില്ലി 2 എണ്ണം ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. കറി ലീവ്സ് പകുതി ഇപ്പോൾ ആഡ് ചെയ്യും, ബാക്കി ലാസ്റ്റ്. ഞാൻ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ റോ സ്മെല്ല് പോകണം അതുവരെ സോട്ടേ ചെയ്യാം. ഇനി നമുക്ക് മസാലകളെല്ലാം ചേർക്കാം. ഇപ്പോൾ റോ സ്മെല്ലെല്ലാം പോയി. നമ്മൾ എടുത്തേക്കുന്ന ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ, പെരുംജീരകം പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, കൊറിയാൻഡർ പൗഡർ 1.5 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഈ മുളകിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറണം, അതുവരെ ഒന്ന് സോട്ട് ചെയ്യുക. ഈ സമയം തീ വളരെ കുറച്ചാണ് ഇട്ടേക്കുന്നത്, ബേൺഡായി പോകരുത്. അടുത്തായിട്ട് നമുക്ക് ഈ മിക്സറിലേക്ക് മിൻസ് മീറ്റ് ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 250 ഗ്രാംസ് മീറ്റാണ്. 250 ഗ്രാംസ് മീറ്റ് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് കുക്ക് ചെയ്ത് അതിനകത്ത് വെള്ളം മൊത്തം പറ്റിച്ച് എടുത്തേക്കുന്നതാണ്. കുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി സോൾട്ടും പെപ്പറും മാത്രമേ ഇടൂ. ഇത് വളരെ ഫൈനായിട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടില്ല, ഇച്ചിരി റഫായിട്ടാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒരുപാട് വലിയ പീസസ് അല്ല കേട്ടോ, ചെറിയ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസസ് കിട്ടുന്ന പോലെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു ബൈറ്റ് കിട്ടാനായിട്ട്. ഇത് നന്നായിട്ട് ഒലന്ന് കഴിഞ്ഞു. ഇനി അതിലേക്ക് മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്തിടാം.
ബാക്കി റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കറി ലീവ്സും കൂടെ. ഞാൻ ഇവിടെ കുറച്ച് പെപ്പർ എടുത്തിട്ടുണ്ട്. പെപ്പർ ഒരു 1 ടീസ്പൂൺ ചേർക്കാം. എരിവനുസരിച്ച് നമ്മളിപ്പോൾ ഒരു 1 ടീസ്പൂൺ ചേർക്കും. നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. നമ്മൾ റസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഡൂ കണ്ട നല്ല സോഫ്റ്റ് ഡൂ ആയി. നല്ല സോഫ്റ്റ് ഡൂ ആണ്. അപ്പം ഇത് നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പം നമ്മുടെ പാത്രം ഏത് പാത്രത്തിലാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ പരത്താനായിട്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയൊരു സോസ്പാനാണ്. സോസ്പാനിലാണ് കുക്ക് ചെയ്യുന്നത്. സോസ്പാനിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കർ വേണം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. നമ്മൾ ചെറിയ സൈസായിട്ട് എടുക്കുന്നത്. ഞാൻ ചെറിയ സോസ്പാനിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറിയ ചെറിയ ഓരോന്നും ഷേപ്പ് ചെയ്യുക. ചെറിയ ചെറിയ പത്തിരിയായിട്ട് പരത്തുക. ഇത് ഓരോന്നും പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. നമ്മൾ പൂരിയുടെ സൈസിൽ ഇപ്പം ഞാൻ കുറച്ച് പരത്തി. ഇനിയും ഓരോന്നിൻ്റെ മേലിലും കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. എണ്ണ തേച്ച ശേഷം കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യുക. ഓരോന്നിച്ച് കവർ ചെയ്യുക. ഇനി ഒന്നുകൂടെ നന്നായിട്ട് പരത്തുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തിൻ ചപ്പാത്തി കിട്ടും, തിൻ പത്തിരി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വർക്ക് കുറയ്ക്കാം. 6 എണ്ണം പരത്തുന്നതിന് പകരം 3 എണ്ണം പരത്തിയാൽ മതി. അപ്പം നമ്മൾ ഏത് പാനിലാണോ കുക്ക് ചെയ്യുന്നത് ആ സൈസിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഞാൻ ഈ ഒരു സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സൈസ് നോക്കുക. എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതേപോലെ ബാക്കിയുള്ളത് റിപ്പീറ്റ് ചെയ്യും. അടുത്തായിട്ട് പത്തിരി ചുടാനായിട്ട് നമുക്കൊരു തവ ഹീറ്റ് ചെയ്യാം. പാൻ ചൂടായി. സാധാരണ ചപ്പാത്തിക്കൊക്കെ ചുടുന്ന പോലെ ബ്രൗൺ ആവണ്ട, ലൈറ്റായിട്ടൊന്ന് 2 സൈഡ് കുക്ക് ചെയ്തെടുക്കാം. മതി. ഇതേപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. എല്ലാ പത്തിരിയും ഇതേപോലെ കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇത് നമ്മൾ
രണ്ടെണ്ണം ജോയിൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ടുള്ള പത്തിരി കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ എല്ലാം ഇളക്കിയെടുക്കുക. അടുത്തായിട്ട് നമ്മുടെ ഏത് പാനിലാണോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിം സൈസിലല്ല എങ്കിൽ എക്സസ് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഫിറ്റ് ആകുമെന്ന് നോക്കുക. അടിയിലത്തെ ലെയർ പെർഫെക്റ്റ് ആണ്, മറ്റുള്ളതിന് ചെറിയ വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് എക്സസ് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു എഗ് മിക്സ്ചർ ഉണ്ടാക്കാനായിട്ടുണ്ട്. മുട്ടയും പാലും കൂടെ. ഞാൻ എടുത്തേക്കുന്നത് 3 മുട്ടയാണ്. ഇതിലേക്ക് പെപ്പർ, ആവശ്യത്തിന് പെപ്പർ, മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള സോൾട്ട്, കുറച്ച് മല്ലിയില, ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുക. ഇത് ഫോക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് പാല്, ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് മിൽക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മിക്സ്ചറും റെഡിയായി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസംബ്ലിംഗ് ആണ്. ഇതെല്ലാം നമുക്ക് ലെയർ ചെയ്ത് പാത്രത്തിൽ സെറ്റ് ചെയ്യാം. ഞാൻ എടുത്തേക്കുന്ന ഈ സോസ് പാനാണ്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ബേസിലും സൈഡ്സിലും ബട്ടറോ നെയ്യോ ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചേക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരി എടുത്തിട്ട് എഗ് മിക്സ്ചറിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. ബേസിലേക്ക് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് മിക്സ്ചർ കൊടുക്കാം. അടുത്ത ലെയർ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് ലെയർ ബാക്കിയുള്ള ഈ മുട്ടയും പാലും കൊണ്ടുള്ള മിക്സ്ചർ നമുക്കിതിൻ്റെ ചുറ്റിനും ഒഴിക്കാം. അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ സൈഡ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക.
എല്ലാ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഫിൽഡായി കിട്ടും. അടുത്തായിട്ട് നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഓപ്പൺ ഫ്ലെയിമിൽ തന്നെ നമ്മളൊരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ്സ് ഓപ്പൺ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. 3 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. ഇനി നമുക്കൊരു ദോശക്കല്ലിൻ്റെ പഴയൊരു ദോശക്കല്ലോ ഇതിൽ അടിയിൽ വെക്കുക. വെച്ചിട്ട് അതിനകത്ത് ഈ പാത്രം വെച്ചിട്ട് നമ്മൾ സാറിന് ദം ചെയ്യുന്ന പോലെ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യണം. സമയത്ത് കുറച്ച് നെയ്യ് സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഇനി ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരി ഏകദേശം നമ്മുടെ കുക്ക്ഡായിട്ടുണ്ടാവും. ചെക്ക് ചെയ്യാം. സൈഡ്സ് എപ്പോഴും ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. സൈഡ്സ് അടിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊരു ദോശക്കല്ലിലേക്കോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പാനിലേക്കോ കമത്തിയിടാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു തവയിലേക്കാണ് ഞാൻ കമത്തിയിടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നെയ്യ് കൊടുക്കുക. മേലെയും സൈഡ്സും എല്ലാം പെർഫെക്റ്റ്ലി കുക്ക്ഡായി. ഇനി അടിഭാഗം കൂടെ ഒന്ന് ബ്രൗണിങ് കിട്ടാനായിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെക്കുക. അതെങ്കിൽ ചട്ടിപ്പത്തിരി കണ്ടാലേ അറിയാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. സൈഡ്സും എല്ലാം നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിൽ വന്ന ഭാഗം വൈറ്റ് ആയിട്ടായിരുന്നത്, കുക്ക്ഡായിട്ടില്ല. അപ്പോൾ അവിടെ ഒന്ന് സെറ്റ് ആവാനായിട്ടാണ് നമ്മൾ തവയിലേക്ക് ഇടുന്നത്. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നിന്ന് വെച്ചാൽ മതി. അപ്പോൾ അടിയിലും ഇതുപോലെ ബ്രൗൺ കളർ കിട്ടും. നമ്മുടെ ചട്ടിപ്പത്തിരി ഫുള്ളായിട്ടായി. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയായി. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ലേസാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഇതിൻ്റെ ലേസൊക്കെ ഒന്ന് കാണാം. ഇതേപോലെ നല്ല ലേസായിട്ടിരിക്കും. നല്ല പെർഫെക്റ്റ് ചട്ടിപ്പത്തിരി ഇത്. ചട്ടിപ്പത്തിരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.